പുനർജനി ആയുർവേദ കോളേജിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ലേഡീസിനെ സംബന്ധിക്കുന്ന രോഗവിവരങ്ങളെ കുറിച്ചാണ്. അതായത് വെള്ളപ്പോക്ക് എന്ന് പറയും. എല്ലാവർക്കും അറിയാം, വെള്ളപ്പോക്ക് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. അസ്ഥി ഉരുക്കമാണ്, ഇത് അസ്ഥി ഉരുകി പോകുന്നതാണ്, അതുകൊണ്ടാണ് എനിക്ക് വണ്ണം വയ്ക്കാത്തത് എന്നിങ്ങനെയുള്ള കുറേ തെറ്റായ ധാരണകളുമുണ്ട്. ഇതിനെക്കുറിച്ച് അമിതമായിട്ടുള്ള ഉത്കണ്ഠയും പേടിയും ഒക്കെ മിക്ക ലേഡീസും ഫേസ് ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു അസുഖത്തിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചികിത്സിക്കാം, നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, ഏതൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെയാണ് നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, എന്താണ് വെള്ളപ്പോക്ക് എന്നതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നോർമലായിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലേഡിയിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അതായത് നമുക്ക് പ്രഗ്നൻസിയോടനുബന്ധിച്ച് പീരീഡ്സ് വരുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, നോർമലി ഒരു വെള്ളപ്പോക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തുടരുന്നു എങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാം. ആദ്യം നമുക്കറിയാം, ഒരു തൈര് പോലെ വരാറുണ്ട്, നല്ലൊരു വൈറ്റ് കളറിൽ വരും. പിന്നീട് അതിൻ്റെ കളർ ചേഞ്ചസ്, അതായത് പച്ചയാവാറുണ്ട്, യെല്ലോ കളറിലേക്ക് വരാറുണ്ട്. മാത്രമല്ല അസഹനീയമായിട്ടുള്ള ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട്. യോനി ഭാഗത്ത് നല്ല രീതിയിലുള്ള ഇച്ചിങ് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിർബന്ധമായിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യണം. പല ലേഡീസും ഇത് മറച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരു പേഷ്യന്റ് കൺസൾട്ടേഷന് വരുന്ന സമയത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും ഇതെന്തോ നാണക്കേടാണ്, ഇല്ലെങ്കിൽ ഇവർക്ക് വരുന്ന ലക്ഷണങ്ങൾ പറയാൻ ഇവർക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ മടിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഉണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും പറയുക. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തന്നെ കറക്റ്റായിട്ടും അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം കറക്റ്റായിട്ടും ഒരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക. ഇനി ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ചില മെഡിസിൻസുകൾ, നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെ വരുത്തിയാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്തിട്ട് നിർത്താനായിട്ട് പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വരുന്ന ഇൻഫെക്ഷൻസ്, അതേപോലെ UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ഒരു യോനി ഭാഗത്ത് മാത്രമാണ്, അല്ലെങ്കിൽ വജൈനൽ ഭാഗത്ത് മാത്രമാണ് ഇത് ഉണ്ടാവുക, മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്ന് മാറിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ ഒരു ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങളെ, പ്രത്യേകിച്ച് ഓവറി പോലുള്ള ഭാഗങ്ങളെ ഇത് വ്യാപിച്ച് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം, വളരെ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ഹൈജീൻ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. എന്ന് വിചാരിച്ച് ചിലർക്ക് പറ്റുന്നത് ഓവറായിട്ട്, ഇപ്പം യൂറിൻ പാസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുക, വളരെ ഓവറായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക. നമുക്ക് വാഷ് ചെയ്യണം, രാവിലെയും വൈകുന്നേരവും, അതേപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ വാഷ് ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യണം, അമിതമായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യാതിരിക്കുക. സോപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ അധികം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വജൈനൽ ഏരിയാസിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ്, അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ആണ്. ഇതിനെക്കുറിച്ച് പേടിക്കാതിരിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ ചെറുതിലേ നമുക്ക് പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ്, നിനക്ക് അസ്ഥി ഉരുക്കമാണ്, ഇതിങ്ങനെ അസ്ഥി ഉരുകി പോവുകയാണ്, അത് ഭയങ്കര പ്രശ്നമാണ് എന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കാലക്രമേണ നമ്മൾ വലുതായി വരുന്നവരും നമുക്ക് ഈ ഒരു സംഭവം വളരെ പേടിപ്പെടുത്തുന്നതായിട്ട് മാറും. പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്കൊക്കെ വന്നപ്പോഴാണ് എനിക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പീരീഡ്സ് ഇപ്പോഴത്തെ മക്കൾക്ക് മിക്കവർക്കും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള അവയർനെസ്
അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഫുഡ് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ചിക്കൻ അതൊക്കെ ചൂട് കൂടുതലാണ്, അതായത് പിത്തത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ചിക്കന്, കോഴിമുട്ട, ഞണ്ട്, പിന്നെ ചെമ്മീൻ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദിവസം കഴിക്കാതിരിക്കുക, അതായത് എല്ലാ ദിവസവും കഴിക്കാതിരിക്കുക. ഇനി ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഒന്ന് നമ്മൾ ക്രമീകരിച്ചിട്ട് അത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കുക. അതേപോലെ ബർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുന്നവർക്ക്, ആന്റിബയോട്ടിക് മെഡിസിൻസ് എടുക്കുന്നവർക്ക്, ന്യൂട്രീഷൻ കുറവ് കൊണ്ട്, സെർവിക്കൽ ഇഞ്ചുറി കൊണ്ട്, അങ്ങനെയൊക്കെ വന്നാലും ഈ വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് വരാം. അപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ? നല്ല ക്ഷീണമായിരിക്കും, അതേപോലെ ഭയങ്കര തളർച്ചയായിരിക്കും, എപ്പോഴും ഉറങ്ങണം എന്ന് തോന്നുക, ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കുക, കൈക്കും കാലിനും ഒക്കെ തരിപ്പ് അനുഭവപ്പെടുക, തലകറക്കം ഉണ്ടാകുക, ചില സമയത്തേക്ക് നമ്മൾ ഫുള്ള് ബ്ലാങ്ക് ആയി പോവുക, ഇങ്ങനെയുള്ള നിരവധി ലക്ഷണങ്ങൾ. കൈകാലുകൾ തരിപ്പ്, കുറച്ചു നേരമൊക്കെ നമ്മൾ നിലത്തിരുന്നാലും, അതേപോലെ എല്ലാവർക്കും ഉള്ള ഒരു ശീലമാണല്ലേ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കൈ തലയ്ക്ക് വെച്ച് കിടന്ന് ഉറങ്ങുക, ഇങ്ങനെയുള്ള സമയത്ത് തരിപ്പ് അനുഭവപ്പെടും. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. തലവേദന വരിക, കോൺസ്റ്റിപ്പേഷൻ വരിക, വയറുവേദന വരിക, അതേപോലെ ബാക്ക് പെയിൻ വരിക, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ബാക്ക് പെയിൻ വരുമ്പോൾ ആദ്യം പോകുക യൂറിനറി ഇൻഫെക്ഷൻ ആണ്, അതുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നതെന്നാണ്. വയറുവേദന വന്നാലും അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കും. അപ്പം എപ്പോഴും ഇത് യൂറിനറി ഇൻഫെക്ഷൻ ആവണം എന്നില്ല. വൈറ്റ് ഡിസ്ചാർജ് കൂടിക്കഴിഞ്ഞാലും യൂറിനറി ഇൻഫെക്ഷൻ ആവാറുണ്ട്. എന്നാലും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മിക്കർക്കും കാണുന്നതാണ് ഈ പറയുന്ന വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥി ഉരുക്കം എന്നൊക്കെ പറയുന്ന അസുഖം. ഇനി അതേപോലെ തന്നെ നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ നമുക്കിപ്പോൾ ഒരാൾ ഹൈജീൻ ആണെങ്കിലും അടുത്ത ആൾ ആയിട്ടില്ല എങ്കിൽ ഈ പറയുന്ന നമ്മുടെ പാർട്ട്നേഴ്സിന് ആർക്കെങ്കിലും ഇൻഫെക്ഷൻസ് വരാം. അപ്പം അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഹൈജീൻ എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ചെറിയ പൊടിക്കൈകൾ ചെയ്യാം. ഇതെങ്ങനെയൊക്കെ ഇതിനെ പ്രിവെന്റ് ചെയ്ത് നിർത്താം. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ എങ്ങനെ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആര്യവേപ്പ് എല്ലാവർക്കും അറിയാലോ, ആര്യവേപ്പ് അല്ലെ. ആര്യവേപ്പ് ഇലയിട്ടിട്ട് നല്ലോണം തിളപ്പിച്ച വെള്ളം കൊണ്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക. അത് നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ. അതേപോലെ ത്രിഫല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. ഇനി കണിക്കൊന്നയുടെ തോലുണ്ടല്ലോ, അതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. ഇനി ഭക്ഷണ രീതിയിലോ നല്ല ധാരാളം പാല് കുടിക്കുക. പാലിനകത്ത് ചുക്കിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ചുക്കൊരു കഷ്ണം ചതച്ചിടുക, എന്നിട്ട് ആ പാല് തിളപ്പിച്ചിട്ട് കുടിക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാലിൽ എന്ത് ചെയ്യുക, തിളപ്പിച്ച് കുടിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ നല്ല രീതിയിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്തിട്ട് നിർത്താനായിട്ട് മഞ്ഞളിനും പാലിനും ഒക്കെ സാധിക്കും. അതേപോലെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെയുള്ള നറുനീണ്ടി കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് നമുക്കത് അരച്ച് പാലിൽ തിളപ്പിച്ച് കുടിക്കാം, ഇല്ലെങ്കിൽ അത് ചതച്ചിട്ടിട്ട് പാലിൽ തിളപ്പിച്ച് കുടിക്കാം. അതേപോലെ ആരോ റൂട്ട് അറിയാലോ, കൂവപ്പൊടി എന്ന് പറയും. കൂവപ്പൊടി വാങ്ങിയിട്ട് ഇതേപോലെ തന്നെ ഒരു സ്പൂൺ എടുത്ത് പാലിൽ മിക്സ് ചെയ്തിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കാം. ഇതൊക്കെ ശരീരത്തെ തണുപ്പിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആശ്വാസം നമുക്ക് ഉണ്ടാവും. ഇനി ഞെരിഞ്ഞിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാം. അശോകാരിഷ്ടം കഴിക്കാം. ശതാവേരി കിഴങ്ങ് വരുന്ന മെഡിസിൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് ആയുർവേദത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാതെ ഡോക്ടറെ കണ്ട് തന്നെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ രോഗവിവരങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം ഒന്നും വിട്ടുപോകാതെ കറക്റ്റായിട്ടും പറയുക. ഡോക്ടറുടെ അനുവാദത്തോടു കൂടി തന്നെ മെഡിസിൻ കഴിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സംശയം തോന്നിയാൽ തന്നെ നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചോദിക്കുക, ഡോക്ടർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്യുക. നമ്മളത് ഷെയർ ചെയ്യാതെ മൂടി വെച്ച് ഇതെന്തോ കുഴപ്പമാണ്, പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ് പലരുടെയും അസുഖങ്ങൾ ആ ഒരു സ്റ്റേജ് വിട്ടിട്ട് പോകുന്നത്. ഇല്ല, നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ചികിത്സിച്ചിട്ട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് പിത്തത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമുക്ക് അല്ലാതെ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം. ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. പഴമെന്ന് പറയുമ്പോൾ പുളിരസമുള്ള പഴങ്ങൾ ഡെയിലി ഉൾപ്പെടുത്താതിരിക്കുക. ഇപ്പം കിവി, അതേപോലെ മാമ്പഴം, മുന്തിരി, ഇതിനൊക്കെ ചെറിയ പുളിപ്പുണ്ടല്ലോ, അത് നമ്മൾ എന്തെങ്കിലും എല്ലാ ദിവസവും കഴിക്കാതിരിക്കുക. അതിന് പകരം നമ്മൾ പഴങ്ങൾ, ഞാലിപ്പൂവൻ പഴം, അതേപോലെ കദളിപ്പഴം, ഇനി ഏത്തപ്പഴമാണെങ്കിൽ അത് പുഴുങ്ങി കഴിക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ
കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. തണ്ണിമത്തൻ കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇതിനെ മാറ്റി നിർത്താനായിട്ട് തന്നെ സാധിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ പീരീഡ്സിനോടനുബന്ധിച്ചിട്ട് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് നോർമലി ഉണ്ടാവാറുണ്ട്. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. കുട്ടികളൊക്കെ നല്ല ഫുഡ്, അതായത് ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന കുട്ടികളാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ളത്. ചിക്കനും KFC അങ്ങനെയൊക്കെ ഓരോ ഫുഡുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് അവർ കഴിക്കും. അങ്ങനെ കഴിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും കഴിക്കുമ്പം ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ അത് കുട്ടികളോട് അമ്മമാർ തന്നെ പറഞ്ഞ് കൊടുക്കുക. ഇനി അവരങ്ങനെ ഉണ്ട് എന്ന് സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിൽ ഇച്ചിങ് മാത്രമല്ല, നല്ല രീതിയിലുള്ള ഇച്ചിങ് ഉണ്ടാവും. ഇച്ചിങ് ഉണ്ടാവുമ്പോൾ നമുക്കറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ എത്ര അതിനെ ഒന്ന് ചൊറിയരുത്, മാന്തരുത് എന്നൊക്കെ വിചാരിച്ചിരുന്നാലും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകും. നമുക്ക് ഇച്ചിങ് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ തന്നെ അതിനെ മാക്സിമം കുളമാക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ കുരുക്കൾ വരും. ഇനി നമ്മുടെ നഖമൊക്കെ കൊണ്ടിട്ട് വേറെ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ ഇന്നർ വെയേഴ്സ് ഒക്കെ ധരിക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ടുള്ളത് ധരിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ പാഡ് ഉപയോഗിച്ച് കുറേ നമ്മളൊരു കമ്പനി മാറ്റി ഉപയോഗിച്ചു, അല്ലെങ്കിൽ നമ്മൾ കപ്പ് വെച്ചു, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഒന്നുമില്ല, ചിലർക്കൊക്കെ ചില സമയത്ത് സംഭവിക്കാറുള്ള ചില ഇൻഫെക്ഷൻസ് സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ അതിനെ ഒന്ന് വിലയിരുത്തി നോക്കുക. എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നോ, എൻ്റെ പാഡ് ഞാൻ ഉപയോഗിച്ച സമയത്തൊന്ന് അതിൻ്റെ ഒരു കമ്പനി മാറിയത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക, ഉണക്കമുന്തിരി നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക, നട്ട്സ്, ബദാം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കാം, അതൊന്നും പ്രശ്നമല്ല. ഇന്നത്തെ ഈ ഒരു വിഷയം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരോഗ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആയുർവേദം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.